എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ ഈ അടുത്തിരിക്കുന്ന ആൾ എൻ്റെ ഒരു ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് രാജീവ് എന്നാണ്. ഇന്ത്യൻ നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ നമ്മുടെ മേലൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് കൂടപ്പുഴ ചെക്ക് ഡാമിൻ്റെ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ കൂട്ടായ്മകൾ, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ കൂട്ടായ്മകളുണ്ട്. എൻ്റെ നാട്ടിലും ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അത് കണ്ണൻ ഫാൻസ് ജാതിക്കട എന്നാണ്. കണ്ണൻ ഫാൻസ് ജാതിക്കട എന്ന് പറഞ്ഞാൽ ഒരു ജാതിമരത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ. അതിലെ ഏറ്റവും സൗഹൃദം കൂടുതലുള്ള കണ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിനോട് ചേർത്തി അവരങ്ങനെ ആ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഒത്തിരിയേറെ നന്മകൾ ചെയ്തിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സൗഹൃദ കൂട്ടായ്മയാണ് കണ്ണൻ ഫാൻസ് ജാതിക്കട. ഇവിടെ പ്രളയമുണ്ടായപ്പോഴും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ഈ നാടിൻ്റെ പല സാമൂഹ്യപരമായ ഇടപെടലുകളിലും വളരെ സുതാര്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയാണ് കണ്ണൻ ഫാൻസ് ജാതിക്കട. ഇപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളത്, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾക്കറിയുമെന്നറിയില്ല, നമ്മുടെ മേലൂരിൽ നിന്ന് വരുമ്പോൾ വടക്കേ സ്കൂൾ എന്ന് പറഞ്ഞാൽ സെൻറ്റ് ജോസഫ് എൽ പി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ അവിടുന്ന് കലവറക്കടവിലേക്ക് പോകുന്ന വഴി, വെട്ടുകടവ് പാലം കഴിഞ്ഞ് വരാണെങ്കിൽ ഇതുപോലെ തന്നെ കൂടപ്പുഴ ചെക്ക് ഡാമിലേക്ക് പോകുന്ന വഴി, അത് ഇതിലെ ഒരു റിംഗ് റോഡായിട്ട് ചുറ്റി നമ്മുടെ ഈ വടക്കേ സ്കൂളിൻ്റെ അവിടേക്ക് വരും, അല്ലെങ്കിൽ വടക്കേ സ്കൂളിൻ്റെ അവിടെ നിന്ന് ചുറ്റിയിട്ട് ചെക്ക് ഡാമിൻ്റെ അവിടേക്ക് വരും. ഈ റോഡിലൂടെ ഒരു വൈകുന്നേരം 5 മണി കഴിഞ്ഞ് പോകുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആമസോൺ കാടുകളുടെ ഇടയിൽ കൂടെ പോകുന്നതിന് തുല്യമാണ്. അത്രമാത്രം ഇടജന്തുക്കളെയും മറ്റു കാര്യങ്ങളായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡും പുല്ല് വളർന്ന് വളരെ കിടക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പുല്ല് വെട്ടേണ്ടതും ഈ റോഡ്, എനിക്ക് ഓർമ്മ വയ്ക്കുന്ന സമയത്ത് അറിയില്ലെന്നാണ്, ഈ റോഡ് അതിനുശേഷം ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. പഞ്ചായത്ത് അധികൃതരുടെയൊക്കെ ഒരു ഇടപെടലില്ലായ്മയാണ് ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അതുപോട്ടെ, ഈ ടാർ ചെയ്തില്ലെങ്കിലും ഈ 2 വശവും പുല്ല് വെട്ടിക്കളഞ്ഞ് ജനങ്ങൾക്ക് പോകാനൊരു ഇടപെടൽ ചെയ്യാം. പക്ഷേ അതൊന്നും ചെയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കണ്ണൻ ഫാൻസ് ജാതിക്കട, ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ രാജീവേട്ടൻ, അതുപോലെ തന്നെ കണ്ണൻ, റിൻഡോ, അങ്ങനെയൊക്കെ ഉൾപ്പെടെ ഒരുപാട് ഇവരുടെ സൗഹൃദ കൂട്ടായ്മയിലെ ആളുകളെല്ലാം ചേർന്ന് നമുക്കിത് വെട്ടാം. കാരണം ഒന്നുകിൽ പഞ്ചായത്ത് ഇടപെടണം, അതല്ലെങ്കിൽ ഈ പുല്ല് വളർന്നു നിൽക്കുന്ന വീട്ടുകാരെ ഇടപെടണം. ആരും ചെയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കണ്ണൻ ഫാൻസ് ജാതിക്കടയിലെ ഈ കൂട്ടുകാരെല്ലാം ചേർന്ന് ഏകദേശം 3 കിലോമീറ്ററിനടുത്ത് വരുന്ന സ്ഥലത്ത് അവിടെ നിന്ന് തൊട്ട് മുഴുവനും ഇതുപോലെ പുല്ല് മിഷൻ വെച്ച് വെട്ടി ക്ലീനാക്കി എടുക്കുക. ഇന്നുകൊണ്ട് തീർന്നിട്ടില്ല, ഇനി അടുത്ത ദിവസം കൂടി ഉണ്ട്. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകൾ ചെയ്യുന്നത് ഇത് മറ്റുള്ളവർക്ക് നൽകുന്ന പ്രചോദനവും സന്ദേശവും വളരെ വലുതാണ്. അവർ പറയുന്നതും അതുതന്നെയാണ്. നമ്മുടെ പ്രദേശവും നമ്മുടെ കാര്യങ്ങളെല്ലാം ക്ലീനാക്കി അത് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് ഉപകാരമായ രീതിയിൽ ഇടപെടൽ നടത്തേണ്ടവർ നിശബ്ദമായിരിക്കുമ്പോൾ നമുക്കതിൽ ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ട്, അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കണ്ണൻ ഫാൻസ് ജാതിക്കടയിലെ സുഹൃത്തുക്കൾ പറയുന്നത്. അവർക്ക് അഭിനന്ദനങ്ങൾ, അഭിവാദനങ്ങൾ. ഇങ്ങനെയാവണം യുവത എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് രാജീവനോട് ചോദിച്ചറിയാം. ഇത് കണ്ണൻ ഫാൻസ് ജാതിക്കട എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്, ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മ. അത് ഇതിനു മുന്നും പല സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ അത്രയ്ക്കും ദയനീയമായി. പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്ന് അതിൻ്റേതായിട്ട് ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ റോഡിൻ്റെ ടാറിങ് തന്നെ 5-8 വർഷം ആയി ചെയ്തിട്ട് റോഡിൻ്റെ 2 ഭാഗത്തും നല്ല രീതിയിൽ പുല്ലുകൾ വളർന്ന് അത് വെടുപ്പാക്കേണ്ടത് പഞ്ചായത്തും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇരുവശത്തുള്ള ആൾക്കാർ അവരും അതിൻ്റെ ഉത്തരവാദിത്തമായിട്ട് അവരും ചെയ്യുന്നില്ല. അപ്പോൾ അത്രയും കാടുകൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേസ്റ്റും ഇത് കൊണ്ടിടാനൊരു സ്ഥലമായിട്ട് അവർ കണ്ടതാണ്. അപ്പോൾ നമ്മൾ വെട്ടി വൃത്തിയാക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ പല കുപ്പികൾ മദ്യപിച്ചിട്ട് അതിൻ്റെ കുപ്പികൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പാമ്പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല സാധനങ്ങളും അവിടെ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇങ്ങനത്തെ അവസ്ഥ മുന്നേ വന്നപ്പോൾ പല ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു ഇതിന് ഒരു മുൻകൈ എടുത്ത് എല്ലാവരും കൂടി ചെയ്യാനായിട്ട്. അപ്പോൾ ആരും ചെയ്യാതെ വന്നപ്പോൾ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ നമ്മളെല്ലാവരും കൂട്ടുകാരന്മാർ കൂടി ഇതിന് സംസാരിച്ചപ്പോൾ ഓക്കെ, ഒരു ദിവസം ഇതിനു വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെയല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഈ കൂട്ടായ്മയിലുള്ള പരമാവധി എല്ലാവരും വന്നു. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരെയും അതിനുവേണ്ടി പുല്ല് വെട്ടുന്ന ആൾക്കാരെ ഏർപ്പാട് ചെയ്ത് നല്ല രീതിയിൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ റോഡിൽ ഉപയോഗിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ അതിൻ്റെ അവിടെ താമസിക്കുന്ന നിവാസികളും ഇനി ഇത് കണ്ടിട്ട് ഇതുപോലെ മറ്റ് ആളുകൾക്ക് ഒരു പ്രചോദനം കൊടുക്കുവാനും അതുപോലെ തന്നെ അവരും ഇതിൽ പങ്കാളിത്തം ഉണ്ടാകാനും ശ്രമിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഏറ്റെടുത്ത് ചെയ്തത്.